ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഡോഡമി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് +2 എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സിലെ 10th ചാപ്റ്റർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാർക്കറ്റാണ്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നാണ്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് മീൻസ് ദ മാർക്കറ്റ് ഫോർ ദി ക്രിയേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഫിനാൻഷ്യൽ അസറ്റ്സിൻ്റെ ക്രിയേഷന് വേണ്ടിയും അതിൻ്റെ എക്സ്ചേഞ്ചിന് വേണ്ടിയും ഉള്ള മാർക്കറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡൗട്ട് വരും, വാട്ട് ഈസ് ഫിനാൻഷ്യൽ അസറ്റ്? എന്താണ് ഫിനാൻഷ്യൽ അസറ്റ്? ഫിനാൻഷ്യൽ അസറ്റ് മീൻസ് ഇക്വിറ്റി ഷെയർസ്, അതേപോലെ പ്രിഫറൻസ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്, അതേപോലെ പ്രിഫറൻസ് ഷെയർസ്, അതേപോലെ ഡിബഞ്ചേഴ്സ്, ഇങ്ങനെയുള്ള സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റീസിൻ്റെ ക്രിയേഷന് വേണ്ടിയും അതിൻ്റെ എക്സ്ചേഞ്ചിന് വേണ്ടിയുമുള്ള മാർക്കറ്റിനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഫങ്ഷൻസ് ഒരു ടോപ്പിക്കാണ്, ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഇറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ടു ഫിനാൻഷ്യൽ അസറ്റ്. ഫിനാൻഷ്യൽ അസറ്റിന് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ ഫെസിലിറ്റേറ്റ് പ്രൈസ് ഡിസ്കവറി. ദെൻ റെഡ്യൂസിങ് ദി കോസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആൻഡ് ചാനലൈസ് ഇൻ ടു മോസ്റ്റ് പ്രൊഡക്റ്റീവ് യൂസസ്. അതായത് സേവിങ്സിനെയെല്ലാം, ഡെഡ് സേവിങ്സിനെയെല്ലാം വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിലേക്ക് ചാനലൈസ് ചെയ്യുവാനും ഫിനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ഫിനാൻഷ്യൽ മാർക്കറ്റിനെ മെയിൻലി രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് മണി മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്. മണി മാർക്കറ്റും അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റ്, ഈ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ. ദെൻ ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റ് എന്നും അതേപോലെ സെക്കൻഡറി മാർക്കറ്റ് എന്നും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ദെൻ പ്രൈമറി മാർക്കറ്റിനെ വീണ്ടും ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സെക്കൻഡറി മാർക്കറ്റിലും സെയിം ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഡെപ്റ്റ് അതേപോലെ ഇക്വിറ്റി, ഈ ക്ലാസിഫിക്കേഷൻ സെക്കൻഡറി മാർക്കറ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് ജസ്റ്റ് എന്താണ് മണി മാർക്കറ്റ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ദി മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്. ഷോർട്ട് ടേം ഫണ്ടിനുള്ള മാർക്കറ്റ് ആണ് ഇത് മണി മാർക്കറ്റ്. ദെൻ ലോങ് ടേം ഫണ്ടിനുള്ള മാർക്കറ്റ് ആണ് ഇത് ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ ഈ ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ദെൻ വാട്ട് ഈസ് പ്രൈമറി മാർക്കറ്റ്? പ്രൈമറി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു സെക്യൂരിറ്റീസ്, അത് ഷെയർ ആവാം, ഡിബഞ്ചർ ആവാം, ഏതൊരു സെക്യൂരിറ്റീസും ഫേസ്റ്റ്ലി ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസിനെ വീണ്ടും ട്രേഡിംഗ് നടത്തുന്ന മാർക്കറ്റാണ് ഇത് സെക്കൻഡറി മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയാം. സോ ഇവിടെ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസിനെയാണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് മാർക്കറ്റ് ഈസ് സെക്കൻഡറി മാർക്കറ്റ്. സോ ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മണി മാർക്കറ്റ് എന്താണെന്നാണ്. വാട്ട് ഈസ് മണി മാർക്കറ്റ്? മണി മാർക്കറ്റ്. ദെൻ വാട്ട് ആർ ദി ഇൻസ്ട്രുമെന്റ്സ് ഇൻ മണി മാർക്കറ്റ്? മണി മാർക്കറ്റിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഏതെല്ലാമാണെന്നാണ്. അപ്പോൾ ഈ മണി മാർക്കറ്റ്, ഇന്ത്യൻ മണി മാർക്കറ്റിനെ കൺട്രോൾ, ചിലപ്പോൾ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ മറ്റോ ചോദിച്ചേക്കാം. ഇന്ത്യൻ മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, RBI ആണ് ഇന്ത്യൻ മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ദെൻ ഏതെല്ലാമാണ് മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ്? അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ട്രഷറി ബില്ലാണ്. ട്രഷറി ബിൽ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഷോർട്ട് ടേം ബോറോയിങ്സ് and issued for a period of less than 1 year. ഒരു വർഷത്തിൽ കുറഞ്ഞ പീരീഡിലേക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ it is issued in the form of
ഇൻ ദി ഫോം ഓഫ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ടിന്റെ രൂപത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂഡ് ഇൻ ദി ഫോം ഓഫ് പ്രോമിസറി നോട്ട്. ഇനി ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന വാല്യൂവും അതേപോലെ റിഡംഷൻ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റിസീവബിൾ ആയിട്ട് കണക്കാക്കുന്നത്. അതിന് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് കൂടി പറയാറുണ്ട്. ഡിസ്കൗണ്ട്. അപ്പൊ ഇവിടെ ഇഷ്യൂ ചെയ്യുന്ന വാല്യൂവും റിഡംഷൻ നടത്തുന്ന വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പറും ഒരു ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്. ഒരു അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ്. ഇതിന്റെ ഫീച്ചറും മനസ്സിലാക്കി വെക്കുക. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ലാർജ് കമ്പനീസ് ആണ്. ഇഷ്യൂഡ് ബൈ ലാർജ് കമ്പനീസ്. ഇനി ഇതിന്റെ ഒരു ടേം എന്ന് വെച്ചാൽ, ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ 15 days to 1 year ആണ്. 15 days to 1 yearലേക്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസിന് വേണ്ടിയാണ് കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. ടു റേസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള കമ്പനീസ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് കൊമേഴ്ഷ്യൽ പേപ്പർ. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് കോൾ മണിയാണ്. നെക്സ്റ്റ് ഷോർട്ട് ടേം മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്. ഇറ്റ്സ് എ ഷോർട്ട് ടേം ഫിനാൻസ് ആൻഡ് ഇതിന്റെ മെയിൻ ഫീച്ചർ ആയിട്ട് പറയുന്നത് ഇറ്റ് ഈസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. ആവശ്യപ്പെടുന്ന സമയത്ത് തിരിച്ചു കൊടുക്കേണ്ട ഫണ്ടാണ് ഇത് കോൾ മണി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് റീപേയബിൾ ഓൺ ഡിമാൻഡ്. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ 1 day to 15 days വരെയാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. 1 day to 15 days വരെയാണ്. ദെൻ ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ മെയിൻലി നടക്കുന്നത്. ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻ, ബാങ്കുകൾ തമ്മിൽ നടത്തുന്ന ഇടപാടുകളാണ് കോൾ മണി മാർക്കറ്റിൽ വരുന്നത്. നെക്സ്റ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്. സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ അൺസെക്യൂർഡ് ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ് ആൻഡ് ദ സെയിം വാസ് ഇഷ്യൂഡ് ബൈ commercial banks and development financial institution. Commercial banks and development financial institutions, and the same was issued to individuals and corporations and companies. That is certificate of deposit. Then last instrument ആണ്, that is commercial bill. It's a kind of bill of exchange. ഇതൊരു തരം bill of exchange ആണ്. കൊമേഴ്ഷ്യൽ ബിൽ ഇഷ്യൂ ചെയ്യുന്നത് ടു ഫിനാൻസ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സിന് ഫണ്ട് റേസ് ചെയ്യുന്നതിനാണ് കൊമേഴ്ഷ്യൽ ബില്ല് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾസോ എ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്. സോ ദീസ് ആർ ദി മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അടുത്ത ടോപ്പിക് ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് മീൻസ് ലോങ് ടേം സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് ഇത് ക്യാപിറ്റൽ മാർക്കറ്റ്. അതായത് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ ഇതുപോലെയുള്ള സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നതാണ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. പ്രൈമറി മാർക്കറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഏതൊരു സെക്യൂരിറ്റിയും ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ്. ഓൾറെഡി ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസിനെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് വരുന്നത് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഹെഡുകളാണ് മെയിൻലി വരുന്നത്. നിങ്ങൾ അതിനെ കോളംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ എഴുതാൻ ശ്രമിക്കുക. ദെൻ എന്തെല്ലാമാണ് അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ഡിഫറൻസ് ആയിട്ട് വരുന്നത് പാർട്ടിസിപ്പൻസിന്റെ കേസിലാണ്. ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ് എന്ന് വെച്ചാൽ ബാങ്ക്സ്, അതേപോലെ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്, ഫിനാൻഷ്യൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ ഓർഡിനറി അല്ലെങ്കിൽ കോമൺ പബ്ലിക്കിനും ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്.
ദെൻ മണി മാർക്കറ്റിലുള്ള പാർട്ടിസിപ്പൻസ് എന്ന് വെച്ചാൽ ബാങ്ക്സ്, അതേപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻസ് കമ്പനീസ്, ഇതെല്ലാമാണ് മണി മാർക്കറ്റിൽ വരുന്നത്. ദെൻ സെക്കൻഡ് വരുന്നത് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ മുതലായവയാണ്. ദെൻ മണി മാർക്കറ്റിലാണെങ്കിൽ നമ്മൾ തൊട്ടു മുന്നേ ഡിസ്കസ് ചെയ്തതാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്, അതാണ് മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലേ ആണ്. ഇത് ക്യാപിറ്റൽ മാർക്കറ്റിലാണെങ്കിൽ അതിന്റെ യൂണിറ്റ് വാല്യൂ ലോ ആയിരിക്കും, ലോ യൂണിറ്റ് വാല്യൂ ആണ്. അതായത് 10 രൂപ അല്ലെങ്കിൽ 100 രൂപ ഇങ്ങനെയുള്ള റേറ്റുകളിൽ നമുക്ക് സെക്യൂരിറ്റീസ് അവൈലബിൾ ആണ്. ദെൻ മണി മാർക്കറ്റിലാണെങ്കിൽ യൂണിറ്റ് വാല്യൂ കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഹ്യൂജ് യൂണിറ്റ് വാല്യൂ അല്ലെങ്കിൽ ഹൈ വാല്യൂ ആണ് വരുന്നത്. ദെൻ ഡ്യൂറേഷൻ ആണ് നെക്സ്റ്റ് ഡിഫറൻസ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതാണ് പലപ്പോഴായിട്ട്, ഇത് ലോങ് ടേം മാർക്കറ്റ് ആണ്. മണി മാർക്കറ്റ് എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ആണ്, അതായത് ലെസ് ദാൻ 1 ഇയർ ആണ് മണി മാർക്കറ്റ്. ദെൻ ലിക്വിഡിറ്റി ആണ് നെക്സ്റ്റ് ഡിഫറൻസ്. ക്യാപിറ്റൽ മാർക്കറ്റും അതേപോലെ മണി മാർക്കറ്റും രണ്ടും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റുകളാണ്. എങ്കിലും കമ്പാരിറ്റീവ്ലി ലിക്വിഡിറ്റി കുറച്ചുകൂടി കൂടുതൽ ഹൈ ഡിഗ്രി ആയിട്ട് വരുന്നത് മണി മാർക്കറ്റിനാണ്. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റിനും ലിക്വിഡിറ്റി ഉള്ള മാർക്കറ്റ് തന്നെയാണ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ സെക്യൂരിറ്റീസിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി കൈമാറ്റം ചെയ്യാവുന്നതാണ്. സേഫ്റ്റിയുടെ കേസിലാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി എന്തായിരിക്കും, കുറെ കൂടി റിസ്കി ആണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളത് റിസ്കി ആയിട്ടുള്ളതാണ്. ദെൻ മണി മാർക്കറ്റ് ആണെങ്കിൽ കുറെ കൂടി എന്തായിരിക്കും, സേഫർ ആയിട്ടുള്ളതാണ്, സേഫസ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് മണി മാർക്കറ്റ്. ദെൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്. റിസ്ക് കൂടുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള റിട്ടേൺ എന്ന് വെച്ചാൽ അത് ഹൈ റിട്ടേൺ ആയിരിക്കും. അറ്റ് ദി സെയിം ടൈം മണി മാർക്കറ്റിലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും റിട്ടേൺ. ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതിൻ്റെ ഫങ്ഷൻസുമാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്കറിയാവുന്നതാണ്, സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസിനെ ഡീൽ ചെയ്യുന്ന മാർക്കറ്റ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടങ്ങിയവ. അതേപോലെ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേരളത്തിലുള്ളൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇനി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഫങ്ഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് പ്രൊവൈഡിങ് ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റബിലിറ്റി ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിന് ലിക്വിഡിറ്റിയും മാർക്കറ്റബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നതും അതാണ് ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. പ്രൈസിങ് ഓഫ് സെക്യൂരിറ്റീസ്, സെക്യൂരിറ്റീസിന്റെ പ്രൈസിംഗ് ആണ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസിന്റെ പ്രൈസിംഗ് നടത്താറ് 2 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഓൺ ദി ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡിനെയും സപ്ലൈയെയും അടിസ്ഥാനമാക്കിയാണ്. മറ്റൊരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആണ്. ഇൻവെസ്റ്റേഴ്സിന്റെ പ്രൊട്ടക്ഷൻ എല്ലാം എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സെബിയുടെ കൺട്രോളിലാണ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് കോൺട്രിബ്യൂട്ട്സ് ടു ഇക്കണോമിക് ഗ്രോത്ത് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അതായത് അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഫണ്ടുകളെല്ലാം പ്രൊഡക്റ്റീവായ രീതിയിൽ ചാനലൈസ് ചെയ്തുകൊണ്ട് അത് ഇക്കണോമിക് ഗ്രോത്തിനെ സാധ്യമാക്കുന്നു. ദെൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. കമ്പനീസിന് ഫണ്ട് റേസ് ചെയ്യുവാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ചെയ്യുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ക്യാപിറ്റൽ. ദെൻ ഇക്കണോമിക് ബാരോമീറ്റർ, അതായത് പലപ്പോഴും കമ്പനീസിൻ്റെ പെർഫോമൻസിനെ മെഷർ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതൊരു ഇക്കണോമിക് ബാരോമീറ്റർ ആയിട്ടും ട്രീറ്റ് ചെയ്യപ്പെടാറുണ്ട്. ദെൻ സ്പ്രെഡിങ് ഓഫ് ഇക്വിറ്റി കൾട്ട്. നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് സെബി ആണ്. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സ്റ്റോക്ക് മാർക്കറ്റുകളെ കൺട്രോൾ ചെയ്യുന്ന, റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സെബി എന്നുള്ളത്. അപ്പോൾ സെബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത് സെബിയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെബി, അതേപോലെ അതിൻ്റെ ഫങ്ഷൻസും. ഇതിൻ്റെ ഫങ്ഷൻസ് ആയി വരുന്നത് 3 ഫങ്ഷൻ ആണ് മെയിൻലി. ദാറ്റ് ഈസ് റെഗുലേറ്ററി ഫങ്ഷൻ, അതേപോലെ ഡെവലപ്മെൻറ്റ് ഫങ്ഷൻ, ദെൻ പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ. അപ്പോൾ ഇതിനെ ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതണം. ഓരോന്നിലും വരുന്ന സബ് പോയിന്റുകളെ പറ്റി
കൃത്യമായിട്ടുള്ളൊരു നോളജ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ റെഗുലേറ്ററി ഫങ്ഷൻസ് ആണെങ്കിൽ അതിൽ മെയിൻലി വരുന്നത് സ്റ്റോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഇതിൻ്റെ എല്ലാം രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാമാണ് ഈ റെഗുലേറ്ററി ഫങ്ഷനിൽ വരുന്നത്. രജിസ്ട്രേഷൻ ഓഫ് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ് എക്സെട്ര. അതേപോലെ മ്യൂച്വൽ ഫണ്ടുകൾ, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഇതിൻ്റെ എല്ലാം രജിസ്ട്രേഷൻ. അതേപോലെ അണ്ടർ റൈറ്റേഴ്സ്, അതേപോലെ പോർട്ട്ഫോളിയോ ഏജൻസി, ഇതിൻ്റെ എല്ലാം അണ്ടർ റൈറ്റേഴ്സ്, അതേപോലെ പോർട്ട്ഫോളിയോ എക്സ്ചേഞ്ചസ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇതിൻ്റെ എല്ലാം രജിസ്ട്രേഷനും വരുന്നത് ഈ റെഗുലേറ്ററി ഫങ്ഷൻസിലാണ്. ദെൻ കമ്പനീസിൻ്റെ ടേക്ക് ഓവേഴ്സും അതേപോലെ അക്വിസിഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നതും റെഗുലേറ്ററി ഫങ്ഷൻസിലാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ദെൻ ഡെവലപ്മെന്റൽ ഫംഗ്ഷൻ ആണ്. ഡെവലപ്മെന്റ് ഫംഗ്ഷനിൽ വരുന്നത് ഇന്റർമീഡിയറീസിന്റെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാമാണ്. കണ്ടക്ടിങ് റിസർച്ചസ് ആൻഡ് പബ്ലിഷിംഗ് ഇൻഫർമേഷൻ, ഇതും ഡെവലപ്മെന്റൽ ഫങ്ഷൻസിൽ വരുന്നതാണ്. പിന്നെ വരുന്നത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അതായത് ഈ സെബിയുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആണ്. ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഇതിൻ്റെ എല്ലാം പ്രൊട്ടക്ഷൻ. അതേപോലെ ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ റെഗുലേഷൻ ആണ്. ഇൻസൈഡർ ട്രേഡിങ്ങിനെ കൺട്രോൾ ചെയ്യുക, ഇതെല്ലാമാണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സെബിയും അതിൻ്റെ ഫങ്ഷൻസും. ഒരുപാട് തവണ ചോദിച്ചതാണ്. പിന്നെ ഇതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിൻ്റെ ഫോം ചെയ്ത ഇയർ നിങ്ങൾ നോട്ട് ചെയ്യുക. അതേപോലെ NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിൻ്റെ ഇയർ നോട്ട് ചെയ്യുക. പിന്നെ വരുന്നത് ഡിമെറ്റീരിയലൈസേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഡീല് ചെയ്യുന്നതിന് വേണ്ടി പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഡിമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളുണ്ട്, അതെല്ലാം മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.